നമസ്കാരം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മണ്ടൈൻ ലോജിക്കുമായിട്ടാണ് എന്ന് നമ്മൾക്ക് പറയാം. അതായത് വളരെ ലൗകികമായ യുക്തി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളൊക്കെ ക്വാണ്ടം തലത്തിലുള്ള യുക്തിയാണ് കണ്ടുപിടുത്തത്തിലൊക്കെ ഉള്ളത്. പക്ഷെ പ്രായോഗിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിയെല്ലാം ഈ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പരിമിതമായ യുക്തി മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചലനം മാത്രമാണ്, ഒരു നിശ്ചലതയും നമ്മൾക്കറിയില്ല. ഞാനിതുവരെ സയൻസ് പഠിച്ചതിൽ എവിടെയും നിശ്ചലത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഈ ഭൂമി, ഈ ഗോളം മുഴുവൻ തന്നെ അതിൽ ആറ്റംസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ് ഇതെല്ലാം നിരന്തരം അജിറ്റേറ്റഡ് മോഷനിലാണ്, നിരന്തരം വിക്ഷോഭ ചലനത്തിലാണ്. ഒരു പാറക്കല്ല് അതൊക്കെ ഇങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കത് ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. പക്ഷെ നമ്മൾക്കറിയാം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളതൊക്കെ നിശ്ചലമാണെന്ന് പറയും. അതുപോലെ നമ്മുടെ ഓരോ സെല്ലും നമ്മൾ മുഴുവൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നമ്മുടെ യുക്തി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിശ്ചലമാണ്, ഭൂമി നിശ്ചലമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നിരന്തരമായ ചലനമാണ്. പക്ഷെ വേദാന്തം വായിച്ചപ്പോൾ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിശ്ചലത എന്താണ്. ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം, കോൺഷ്യസ്നെസ്, അത് നിശ്ചലമാണ്. അതിലൊരിളക്കവും സാധ്യമല്ല. അതിൽ കാണുന്നതൊക്കെ ഇളക്കമുണ്ട് നമുക്ക് തോന്നുന്ന വെറും തോന്നലുകളാണ്. ആ നിശ്ചലതയിൽ ഒരു ഇളക്കവും സാധ്യമല്ല. അത് വളരെ കൃത്യമായി നിശ്ചലത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൽ എവിടെയും ഞാനിതുവരെ ഈ നിശ്ചലത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് നിശ്ചലം? ഭൂമി ഒരു അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറയുന്നത്, അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു ദണ്ടാണോ? ആക്ച്വലി വേദാന്തം പറയുന്നത് വെച്ചാൽ ഈ ഭൂമി ആകമാനം ഡയമെൻഷൻലെസ് ആയിട്ട് അതിൻ്റെ ചുറ്റും നിശ്ചലതയാണെന്നാണ് പറയുന്നത്. ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു നിശ്ചലതയുടെ ഉള്ളിൽ കിടന്ന് കറങ്ങുകയാണ് ഈ ഭൂമി. അതാണ് വേദാന്തത്തിൽ പറയുന്നത്. പക്ഷേ സയൻസും ഇതുവരെ പഠിച്ചപ്പോഴും എനിക്ക് ആ നിശ്ചലതയെക്കുറിച്ചോ ഇതെങ്ങനെയാണ് കറങ്ങുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ യുക്തിയും ചിന്തകളൊക്കെ ഒന്ന് കൂർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെ ഒന്ന് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു വിഷയമാകട്ടെ ഈ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള യുക്തിയും അതിനൊന്നും കൂടി മെച്ചപ്പെടുത്തി നമ്മളൊന്നും കൂടി കൂർപ്പിച്ച് ഒരു ഹൈറ്റൻഡ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു ഹൈറ്റൻഡ് ലോജിക്കിലെത്താൻ സാധിക്കുമോ, എലിവേറ്റഡ് ലോജിക്കിലെത്താൻ സാധിക്കുമോ എന്ന് എല്ലാവരും ഒന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, താങ്ക് യു.